ഡിയർ ഫ്രണ്ട്സ്, ഐ എം എം എ റഷീദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇത് നമ്മൾ OCD യെ കുറിച്ചാണ്. ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ് OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ് പറയുക. ഇറ്റ് സിംറ്റംസ് ആൻഡ് ഹൗ ഇറ്റ് അഫക്ട്സ് ഓൺ ഇൻഡിവിജ്വൽസ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അതെങ്ങനെ വ്യക്തികളെ ബാധിക്കുന്നു, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ഒബ്സഷൻസ് ഉണ്ടാവും, ആവർത്തിച്ചുള്ള ചിന്തകൾ നമ്മളെങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു ചിന്ത പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നു. അത് ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ കമ്പൽഷൻ ഉണ്ടാവും. ഈ കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായ രീതിയിൽ അത് ചെയ്യിപ്പിക്കാൻ നമ്മളെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു വൈകല്യമാണ് അത് നമുക്ക് അറിയാം. അത് ഡിസോർഡർ ആണ്. സൈക്കോ ന്യൂറോട്ടിക് ഡിസോർഡർ എന്നൊക്കെ ഇതിനൊക്കെ പറയാം. ഇറ്റ്സ് എ മെന്റൽ സ്റ്റേറ്റ്, ഒരു മാനസികമായ ഒരു അവസ്ഥയാണ്. ഇതൊരു രോഗമാണെന്ന് ചില ആളുകളൊന്നും അംഗീകരിക്കില്ല. ചില ആളുകൾക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീടുകളിലൊക്കെ അതൊരു വേറെ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതായത് OCD? ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഈസ് എ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ characterized by recurring intrusive thoughts and repetitive behaviors that an individual feels compelled to perform. ഒരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യണമെന്നും അതിനെക്കുറിച്ച് സംശയങ്ങളോ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് നമ്മളെ ചിന്തകളെ കൂടുതൽ കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അത് വളരെയധികം പ്രശ്നങ്ങളായിട്ട് ആ വ്യക്തിക്കും മറ്റാ കൂടെ നിൽക്കുന്നവർക്ക് പ്രയാസമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇനി നമുക്ക് എത്ര തരത്തിലുള്ള OCDകൾ ഉണ്ട് നോക്കാം. കണ്ടാമിനേഷൻ OCD ഉണ്ട്. അത് രോഗത്തെ കുറിച്ചുള്ള ഭയമാണ്. രോഗികളുടെ സ്ഥലത്തേക്ക് പോയാൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ അണുക്കളെ അസുഖങ്ങൾ പകരുമെന്നുള്ള പേടി. നോർമലായിട്ട് അത് ആവശ്യം, നമ്മൾ കൈ വൃത്തിയാക്കേണ്ടതുണ്ട്. പക്ഷെ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമായിട്ട് മാറും. അതുപോലെ തന്നെ ചെക്കിംഗ് OCD, നമ്മളൊരു ഡോർ അടച്ചു കഴിഞ്ഞാൽ, കുറ്റിയിട്ട് കഴിഞ്ഞാൽ അത് പോയി നോക്കും, 1-2 പ്രാവശ്യമൊക്കെ നോക്കാം. പക്ഷെ അത് വീണ്ടും വീണ്ടും മണിക്കൂറുകളോളം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കും. അതുപോലെ ജസ്റ്റ് റൈറ്റ് OCD, അത് വലിയ കുഴപ്പമില്ല. അത് മറ്റുള്ളവർക്കും അയാൾക്കും പ്രശ്നങ്ങളില്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്തകളുള്ള ആളുകളുണ്ട്. ഇനി ഇൻട്രൂസീവ് OCD പറഞ്ഞാൽ വളരെയധികം സിവിയർ ആയിട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്ന ചിന്തകളിലൂടെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇതും വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഹോർഡിംഗ് OCD എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയില്ല, അതിങ്ങനെ എടുത്തു വെച്ച് അതൊരു വലിയ ഭാരമായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിംറ്റംസ്: റെക്കറിംഗ് തോട്ട്സ് ഓർ ഏർജസ്, എങ്ങനെ ആവർത്തിച്ചു വരുന്ന ചിന്തകളും ചില കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ റെപ്പറ്റേറ്റീവ് ബിഹേവിയർ ലൈക്ക് ക്ലീനിങ് ഓർ ചെക്കിങ്, ചില കൈയൊക്കെ കഴുകിയാൽ വൃത്തിയായിട്ടില്ലാന്ന് തോന്നും, വീണ്ടും കഴുകുന്നു. അതുപോലെ വീണ്ടും ചെക്ക് ചെയ്യുക, ചില കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, അത് ശരിയായിട്ടുണ്ടോ എന്നുള്ള ചിന്ത. പിന്നെ അവോയ്ഡൻസ് ഓഫ് ട്രിഗേഴ്സ് ആൻഡ് സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള ആളുകൾ ചില സിറ്റുവേഷൻസ്, ചില അവസ്ഥകൾ, ചില സാഹചര്യങ്ങളൊക്കെ മാറി നിൽക്കും. അല്ലെങ്കിൽ ചില ട്രിഗേഴ്സ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പേടിയായിരിക്കും, അവർക്ക് നേരിടാനുള്ള പ്രയാസം, അതുകൊണ്ട് അവർ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ സിഗ്നിഫിക്കന്റ് ഡിസ്ട്രെസ് ഓർ ഇമ്പയർമെന്റ് ഇൻ ഡെയിലി ലൈഫ്, ഇത് വളരെയധികം സ്ട്രെസ്സുകൾ ഉണ്ടാക്കുകയും ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വൈകല്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിന് നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം. CBT എന്ന് പറയുന്ന കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇത് നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തെറാപ്പിയിലൂടെ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ ചിന്തകളെ, കൊഗ്നിറ്റീവ് തോട്ട്സിനൊക്കെ റിവയർ ചെയ്തുകൊണ്ട് അതിനേക്ക് ആ രോഗിയെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ ERP എന്നൊരു സംഭവമുണ്ട്, എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെന്റിങ് തെറാപ്പി. അതിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഭയമാണ് അല്ലെങ്കിൽ പേടിയാണെങ്കിൽ അതിനെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക, ശരിക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് പ്രശ്നമില്ല എന്നുള്ള മനസ്സിനെ ചിന്തിപ്പിക്കുക. അതുപോലെ നമ്മൾ മെഡിക്കേഷൻ ആവശ്യമായി വരും. മെഡിക്കേഷനും തെറാപ്പിയും ആവശ്യം വരുന്നത് സിവിയർ OCD ഉള്ള ആളുകൾക്കാണ്. മൈൽഡ് OCD ഒക്കെ ആണെങ്കിൽ സൈക്കോ തെറാപ്പിയിലൂടെ തന്നെ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് പറയുന്നത് ശരിക്കും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ പലർക്കും വൈകി പോകും ട്രീറ്റ്മെന്റിന് വരാൻ. ചെറിയ പ്രായത്തിൽ തന്നെ OCDയുടെ തുടക്കം ഉണ്ടായിരിക്കും. ആ സമയത്ത് തന്നെ അതിനെ കാണിക്കുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്താൽ അതിനെ മാനേജ് ചെയ്യാനും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചും തെറാപ്പികളെ കുറിച്ചൊക്കെ എവിടെയൊക്കെ പോകണം എന്ന കാര്യങ്ങൾക്ക് നിർദ്ദേശം എടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.